നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സി ഇന്നലെ 3-0 തോൽപ്പിക്കുമ്പോൾ അഡ്രിയാൻ ലൂണ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു. ഹീസസ് സിമിനസ് ഗോളടിക്കുന്നു. നോഹ് സദോയി ഗോളടിക്കുന്നു. രാഹുൽ KP വർഷങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഗോളടിക്കുന്നു. ആരാധകർക്ക് ആഘോഷിക്കാൻ ഇതിൽ പരം എന്തു വേണം? ഈ വിജയം എല്ലാ അർത്ഥത്തിലും വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. അത് 3 തോൽവികൾക്ക് ശേഷം ഒരു വിജയം നേടി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. ഇന്നലെ കളി കാണാൻ കൊച്ചി സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത് ഒഫീഷ്യൽ കണക്കനുസരിച്ച് 16,900 പേരാണ്. ടീം കഴിഞ്ഞ 3 മത്സരങ്ങൾ തുടർച്ചയായി തോറ്റിട്ടും ഇങ്ങനെ ടീമിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ആ മനസ്സുണ്ടല്ലോ, ഈ ആരാധകരുടെ മനസ്സ്. 17,000-ഓളം ആളുകൾ എന്നിട്ടും അവിടെ എത്തി. ആ ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഈ ടീമിൻ്റെ വിജയത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കാനുള്ള ഒരു റൈറ്റ് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ഏത് ഉയർച്ചയിലും താഴ്ചയിലും ഈ ടീമിനോടൊപ്പം നിൽക്കുന്ന ആരാധക കൂട്ടം, അതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ശക്തി. അവർക്ക് സന്തോഷിക്കാൻ ഏറെ വക നൽകുന്ന ഒരു വിജയം തന്നെയാണ്. ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ക്ലീൻ ഷീറ്റ് നേടി. നോക്കുക, എത്ര കാലത്തിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലീൻ ഷീറ്റ്. ഈ സീസണിൽ ആദ്യ ക്ലീൻ ഷീറ്റാണ്. കൃത്യമായി കണക്കെടുത്താൽ ആഫ്റ്റർ 19 ഗെയിംസ് 19 മത്സരങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഇതാ ക്ലീൻ ഷീറ്റ് നേടിയിരിക്കുന്നു. പിന്നെ 3 തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ഇതാ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ KPയുടേതാണ്. രാഹുൽ KP എന്ന പ്രതിഭയെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നന്നായിട്ടറിയാം. പക്ഷേ എവിടെയോ വെച്ച് ആ മികവ് അദ്ദേഹത്തിന് നഷ്ടമായോ എന്ന് തോന്നി തുടങ്ങിയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോൾ വരുന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഗോൾ അടിച്ചിരിക്കുന്നു. പിന്നെ 3-0 ഡൊമിനേറ്റിംഗ് വിക്ടറി നമ്മൾ ഒരിക്കൽ കൂടി കുറേ കാലത്തിന് ശേഷം കാണുന്നു എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വക നൽകിയ ഒരു മത്സരം തന്നെയാണിത്. പുതിയ പ്രതീക്ഷകൾ വീണ്ടും ഉയരുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 9 കളികളിൽ നിന്ന് 11 പോയിന്റാണ് നേടിയിട്ടുള്ളത്. 8ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 3 വിജയങ്ങൾ, 2 സമനിലകൾ, 4 തോൽവികൾ. സോ എല്ലാ അർത്ഥത്തിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം പകരുന്ന ഒരു വിജയം. മുന്നേറ്റ നിരയിലെ ഹീസസ് സിമിനസും നോഹ് സദോയും അഡ്രിയാൻ ലൂണയും ഒക്കെ ചേരുമ്പോൾ ആരെയും തകർക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമുണ്ടാകുന്നു. ഒപ്പം കോഡു സിംഗിൻ്റെ കാര്യം എടുത്തു പറയണം. പയ്യൻ 2 സ്റ്റാർട്ട് 2 അസിസ്റ്റ്, വലിയ മുതൽക്കൂട്ടാവാൻ പോവുകയാണ് ബ്ലാസ്റ്റേഴ്സിന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.